പ്രിയ വിദ്യാർത്ഥികളെ, +1 അക്കൗണ്ടൻസിയിലെ 5ാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. കഴിഞ്ഞ 4 ചാപ്റ്ററുകളിൽ ജേണൽ എൻട്രി എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്, അങ്ങനെ എഴുതിയിട്ടുള്ള ജേണൽ എൻട്രി ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്, അത് ബാലൻസ് ചെയ്യുന്നത്, ദെൻ ഡേ ബുക്കുകൾ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പരിചയപ്പെട്ടത്. അപ്പോൾ കഴിഞ്ഞ 4 ചാപ്റ്ററുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ 5ാമത്തെ ചാപ്റ്റർ, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാനാണ് നമ്മൾ പഠിക്കുന്നത്. അവിടെ നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യേണ്ടതില്ല. ഡബിൾ എൻട്രി ബുക്ക് കീപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പ്രോസസ്സല്ല നമ്മൾ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാനാണ് നമ്മൾ പഠിക്കുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേരാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. എപ്പോഴാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കേണ്ടത്, ആരാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കേണ്ടത്, അതിൻ്റെ വിവിധ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റ് എന്താണ്, തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ, ഈ ചാപ്റ്ററിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാൻ പഠിക്കുന്നതിന് മുമ്പായിട്ട് 2 പ്രധാനപ്പെട്ട ബുക്കുകൾ നമുക്ക് പരിചയപ്പെടാനുണ്ട്. അതിലൊരു ബുക്ക് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്ത ഒരു ബുക്കാണ് ക്യാഷ് ബുക്ക്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന റെസിപ്റ്റുകളും പേയ്മെൻറ്റുകളും രേഖപ്പെടുത്തി വെക്കാനുള്ള ബുക്കാണ് ക്യാഷ് ബുക്ക്. ഡബിൾ കോളം ക്യാഷ് ബുക്കാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ റെസിപ്റ്റ് സൈഡിൽ 2 എമൗണ്ട് കോളങ്ങൾ വരും, പേയ്മെൻറ്റ് സൈഡിലും 2 എമൗണ്ട് കോളങ്ങൾ വരും. റെസിപ്റ്റ് സൈഡിലുള്ള 2 എമൗണ്ട് കോളങ്ങൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്യാഷ് റെസിപ്റ്റുകൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും, റെസിപ്റ്റ് ത്രൂ ബാങ്ക് വഴി നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ബാലൻസ് വർദ്ധിക്കുന്ന ചില റെസിപ്റ്റുകളുണ്ട്. അത്തരം റെസിപ്റ്റുകളാണ് റെസിപ്റ്റ് സൈഡിലുള്ള ബാങ്ക് കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. ദെൻ പേയ്മെൻറ്റ് സൈഡിലും 2 എമൗണ്ട് കോളങ്ങൾ വരുന്നുണ്ട്. ക്യാഷ് പേയ്മെൻറ്റുകൾ രേഖപ്പെടുത്താനുള്ളൊരു കോളം, ദെൻ ബൈ ചെക്ക്, അതല്ലെങ്കിൽ ബാങ്ക് മുഖേന നമ്മൾ കൊടുക്കുന്ന ബാങ്ക് ബാലൻസ് കുറയാൻ സാഹചര്യം ഉണ്ടാക്കുന്ന ചില ട്രാൻസാക്ഷൻസ് വരുന്നുണ്ട്. അത്തരം ട്രാൻസാക്ഷൻസ് ആണ് പേയ്മെൻറ്റ് സൈഡിലെ ബാങ്ക് കോളത്തിൽ രേഖപ്പെടുത്തുന്നത്. ഇപ്പോൾ ക്യാഷ് ബുക്കിൽ വരുന്ന, ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ വരുന്ന ട്രാൻസാക്ഷൻസിനെ കുറിച്ച് കൃത്യമായൊരു ധാരണ നമുക്കുണ്ടായിരിക്കണം. പ്രത്യേകിച്ചും അതിൽ ബാങ്ക് കോളത്തിൽ വരുന്ന ട്രാൻസാക്ഷൻസ് ആണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പോൾ ക്യാഷ് ബുക്ക് ഈസ് പ്രിപ്പയർഡ് ബൈ ദ ബിസിനസ് എൻറ്റിറ്റി. ഒരു ബിസിനസ് സ്ഥാപനം ആ ബിസിനസ്സിൽ നടക്കുന്ന റെസിപ്റ്റ്സും പേയ്മെൻറ്റ്സും രേഖപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ രേഖപ്പെടുത്തുന്ന ബുക്കിനെയാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബുക്കാണ് പാസ്ബുക്ക് ഓർ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ ബാങ്ക് ടു ഹാവ് എ റെക്കോർഡ് ഓഫ് ദ കസ്റ്റമേഴ്സ് ബാങ്കിങ് ട്രാൻസാക്ഷൻസ്. ഒരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്ന അക്കൗണ്ട് ഹോൾഡർക്ക് ബാങ്ക് നൽകുന്ന ഒരു ബുക്കാണ് പാസ്ബുക്ക്. പാസ്ബുക്കിൽ എന്ത് കാര്യങ്ങളാണ് രേഖപ്പെടുത്തുന്നത്? ഒരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുള്ള ഒരു വ്യക്തി, അതല്ലെങ്കിൽ ഒരു സ്ഥാപനം, ആ ബാങ്കുമായി നടത്തുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ഏത് ബുക്കിൽ രേഖപ്പെടുത്തുന്നുണ്ട്? ബാങ്ക് അവരുടെ ലെഡ്ജർ അക്കൗണ്ടുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഒരു കോപ്പി നമുക്ക് പ്രൊവൈഡ് ചെയ്യാണ്. നമ്മൾ ബാങ്കുമായിട്ട് നടക്കുന്ന ട്രാൻസാക്ഷൻസ് അവരുടെ ലെഡ്ജർ ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതിന് പുറമെ അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒരു റെക്കോർഡ് കൂടി നമുക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യാണ്. ആ നടക്കുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം രേഖപ്പെടുത്തി നമുക്ക് തരുന്ന ബുക്കിനെ പറയുന്ന പേരാണ് പാസ്ബുക്ക്. ക്യാഷ് ബുക്കിലെ ബാങ്ക് കോളവും പാസ്ബുക്കും തമ്മിൽ കമ്പയർ ചെയ്ത് തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ബാങ്കും ഒരു ബിസിനസ് സ്ഥാപനവും തമ്മിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് അതെങ്ങനെയാണ് ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുന്നത്, അതേസമയം അതെങ്ങനെയാണ് പാസ്ബുക്കിൽ രേഖപ്പെടുത്തുന്നത്. അങ്ങനെ ഈ 2 ബുക്കുകളും തമ്മിലുള്ള ഒരു പരിചയപ്പെടലാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദ്യം ഡബിൾ കോളം ക്യാഷ് ബുക്ക് പരിചയപ്പെടാം. ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തതാണ്. ആ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. ആദ്യം നമ്മൾ രേഖപ്പെടുത്തുന്നത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. ബാങ്ക് ബാലൻസ് ആണെങ്കിൽ അതിൻ്റെ ബാലൻസ് രേഖപ്പെടുത്തേണ്ടത് റെസിപ്റ്റ് സൈഡിൽ ആദ്യം രേഖപ്പെടുത്തണം ബാലൻസ് ബ്രോട്ട് ഡൗൺ. ഈ എക്സാമ്പിളിൽ 5000 ആണ്
ഓപ്പണിംഗ് ബാലൻസ് വരുന്നത് 2021 ഏപ്രിൽ 1-ന്. 2021 ഏപ്രിൽ 1-ന് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ 5000 രൂപ ബാലൻസ് ഉണ്ട്. ദെൻ അതിനുശേഷം ഒരു ട്രാൻസാക്ഷൻ മുകളിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. 2/4/2021 ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്ക് ₹1500. 1500 രൂപ നമ്മൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. നമ്മൾ ബാങ്ക് കോളം മാത്രമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്യാഷ് കോളം തൽക്കാലം നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഈ ട്രാൻസാക്ഷൻ നമ്മൾ എവിടെയാണ് രേഖപ്പെടുത്തേണ്ടത്? ക്യാഷ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാണ്, ബാങ്ക് ബാലൻസ് കൂടും. സോ ഇറ്റ് ഈസ് എ റെസിപ്റ്റ് അല്ലേ? ബാങ്ക് ബാലൻസ് വർദ്ധിക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്കത് റെസിപ്റ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. ഏത് കോളത്തിൽ എമൗണ്ട് എഴുതണം? ബാങ്ക് കോളത്തിൽ എമൗണ്ട് എഴുതണം. അപ്പോൾ 1-ാം തീയതി 5000 രൂപ ബാലൻസ് ഉണ്ടായിരുന്നു. 2-ാം തീയതി വീണ്ടും നമ്മൾ 1500 രൂപ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബാങ്ക് ബാലൻസ് വരുന്നത് എത്രയാണ്? 6500 രൂപയാണ് ബാങ്കിലെ ബാലൻസ് വരുന്നത്. അപ്പോൾ ഈ 2 എൻട്രികൾ എങ്ങനെയാണ് ഒരു പാസ്ബുക്കിൽ രേഖപ്പെടുത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു പാസ്ബുക്കിൻ്റെ ഫോർമാറ്റാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ആ അക്കൗണ്ടിൻ്റെ നമ്പർ മുകളിൽ വരുന്നുണ്ട്. ഇതിൽ ഡേറ്റ് കോളം ഉപയോഗിക്കുന്നത് ഒരു ട്രാൻസാക്ഷൻ നടന്ന ഡേറ്റ് ഏതാണോ ആ ഡേറ്റ് ആണ് ഡേറ്റ് കോളത്തിൽ രേഖപ്പെടുത്തുന്നത്. ദെൻ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് അവർ രേഖപ്പെടുത്തും. ദെൻ ചെക്ക് ഉൾപ്പെടുന്ന ഒരു ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതിൻ്റെ ചെക്ക് നമ്പറാണ് 3-ാമത്തെ കോളത്തിൽ രേഖപ്പെടുത്തുന്നത്. ദെൻ നമ്മൾ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അത് രേഖപ്പെടുത്താനുള്ള കോളാണ് 4-ാമത്തെ കോളം. അതിനെ ഡെബിറ്റ് എമൗണ്ട് കോളം എന്ന് പറയാം. ദെൻ ക്യാഷ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് രേഖപ്പെടുത്താനുള്ള കോളാണ് അടുത്ത കോളം, ക്രെഡിറ്റ് എമൗണ്ട് കോളം. ദെൻ ഓരോ ട്രാൻസാക്ഷൻ കഴിയുമ്പോഴും ആ അക്കൗണ്ട് ബാലൻസിൽ വരുന്ന മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന കോളാണ് ബാലൻസ് കോളം. അപ്പോൾ ഓരോ ട്രാൻസാക്ഷനും കഴിയുമ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ എത്ര രൂപ ബാലൻസ് ഉണ്ട് എന്ന് കാണിക്കുന്ന കോളാണ് ബാലൻസ്. ദെൻ എന്തെങ്കിലും റിമാർക്സുകൾ ഉണ്ടെങ്കിൽ അതാണ് ലാസ്റ്റ് കോളത്തിൽ രേഖപ്പെടുത്തുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കൂ, 1/4/2021 ഓപ്പണിംഗ് ബാലൻസ് 5000. 2/4-ന് 1500 രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡേറ്റ് എഴുതിയിട്ടുണ്ട്, ക്യാഷ് ഡെപ്പോസിറ്റ് ആണ്, ക്യാഷ് എന്ന് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ എമൗണ്ട് ഡെപ്പോസിറ്റഡ് അതല്ലെങ്കിൽ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ 1500 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടുകൂടി നമ്മുടെ ബാലൻസ് എത്രയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്? 6500 രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, നമ്മൾ ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തത് അത് രേഖപ്പെടുത്തിയത് ഡബിൾ കോളം ക്യാഷ് ബുക്കിലെ ഡെബിറ്റ് സൈഡിലാണ്, അതല്ലെങ്കിൽ ഡെബിറ്റ് എമൗണ്ട് കോളത്തിലാണ് 1500 റുപ്പീസ് രേഖപ്പെടുത്തിയത്. ബാങ്ക് ബാലൻസ് വർദ്ധിക്കുന്നു, മീൻസ് അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ആ അസറ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഡെബിറ്റ് എമൗണ്ട് കോളത്തിലാണ് 1500 രൂപ എഴുതിയിട്ടുള്ളത്. നമ്മുടെ അസറ്റ് ഇൻക്രീസ് ചെയ്യാണ്, ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. അതേസമയം ബാങ്കിൽ ഇതേ 1500 രൂപ അവർ രേഖപ്പെടുത്തിയത് ഏത് കോളത്തിലാണ്? ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിലാണ്. എന്തുകൊണ്ടാണ് അവർ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തിയത്? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉള്ളത്. ബാങ്കിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ആ ഡെപ്പോസിറ്റർക്ക്, വ്യക്തികളാണെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങളാണെങ്കിലും, ആ ഡെപ്പോസിറ്റർക്ക് അതൊരു അസറ്റായിട്ട് കണക്കാക്കാൻ കഴിയും. അപ്പോൾ 1500 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ഈ ബാങ്ക് സ്വീകരിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് ഒരു 5000 രൂപ അവരുടെ കയ്യിൽ ബാലൻസ് ഉണ്ട്. അങ്ങനെ ബാങ്ക് അക്കൗണ്ടിൽ നമ്മുടെ ബാലൻസ് 6500 രൂപയാണ്. ഈ 6500 രൂപ ബാങ്ക് നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് തിരിച്ചു തരണം. അപ്പം അങ്ങനെ തിരിച്ചു കൊടുക്കാനുള്ള എമൗണ്ട് ആണ് ബാങ്കിലുള്ള ഡെപ്പോസിറ്റുകളെല്ലാം. ഇപ്പോൾ ബാങ്കിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഡെപ്പോസിറ്റ് ആയിട്ട് ക്യാഷ് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് ഓൺ ഡിമാൻഡ് അത് ആ കസ്റ്റമർക്ക് അതല്ലെങ്കിൽ ആ ഡെപ്പോസിറ്റർക്ക് തിരിച്ചു കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഡെപ്പോസിറ്റുകളെ ബാങ്ക് എന്തായിട്ട് കണക്കാക്കണം? അതൊരു ലയബിലിറ്റി ആയിട്ട് കണക്കാക്കണം. ആരുടെ കയ്യിൽ നിന്നൊക്കെ ഡെപ്പോസിറ്റ് സ്വീകരിച്ചിട്ടുണ്ടോ അത് അവർ ആവശ്യപ്പെടുന്ന സമയത്ത് തിരിച്ചു കൊടുക്കേണ്ടതാണ്. സോ ഇറ്റ് ഈസ് എ ലയബിലിറ്റി. അപ്പോൾ ഡെപ്പോസിറ്റ് സ്വീകരിക്കും തോറും ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ആരുടെ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യും? ബാങ്കിൻ്റെ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ടാണ് അവർ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ അത് രേഖപ്പെടുത്താൻ കാരണം. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഓരോ ഡെപ്പോസിറ്ററും ബാങ്കിന് ഒരു ബാധ്യതയാണ്. അതേസമയം ഈ ഡെപ്പോസിറ്റർക്ക് ബാങ്കിലുള്ള ബാലൻസ് ഒരു അസറ്റാണ്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ, ബാങ്കിൽ നിന്ന്
വ്യക്തികളാണെങ്കിലും സ്ഥാപനങ്ങളാണെങ്കിലും ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ എമൗണ്ട് പിന്നീട് ബാങ്കിലേക്ക് തിരിച്ചു കൊടുക്കാനുള്ളതാണ്. അങ്ങനെ തിരിച്ചു കൊടുക്കാനുള്ള എമൗണ്ട് ആയതുകൊണ്ട് തന്നെ ബാങ്ക് ലോണിനെ ബിസിനസ് സ്ഥാപനങ്ങളും വ്യക്തികളും ലോൺ എടുത്ത ആളുകളും എന്തായിട്ട് കണക്കാക്കണം? ഒരു ലയബിലിറ്റി ആയിട്ട് കണക്കാക്കണം. അതേസമയം ബാങ്ക് അതിൻ്റെ കസ്റ്റമേഴ്സിന് അതല്ലെങ്കിൽ അതിൻ്റെ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ലോൺ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കൊടുത്ത അത്രയും ലോണ് ആ ബിസിനസ് സ്ഥാപനത്തിൽ നിന്നും തിരിച്ചാർക്ക് കിട്ടാനുള്ളതാണ്? ബാങ്കിന് കിട്ടാനുള്ളതാണ്. അങ്ങനെ ലോൺ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും എമൗണ്ട് ബാങ്കിന് കിട്ടാനുള്ളതായതുകൊണ്ട് തന്നെ അതിനെന്തായിട്ടാണ് ബാങ്ക് കണക്കാക്കുന്നത്? അതിനെ അസറ്റായിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ ബാങ്കിലേക്ക് ആളുകൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാങ്കിനൊരു ബാധ്യതയാണ്. അതേസമയം ബാങ്ക് ആർക്കെങ്കിലും ലോൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് തിരിച്ചു കിട്ടാനുള്ള എമൗണ്ട് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവരത് എന്തായിട്ട് കണക്കാക്കുന്നുണ്ട്? അത് ലയബിലിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു ട്രാൻസാക്ഷൻ പരിചയപ്പെടാം. 2/4/2021 ചെക്ക് റിസീവ്ഡ് ഫ്രം സുനിൽ ₹4,000 ആൻഡ് ഡെപ്പോസിറ്റഡ് ടു ബാങ്ക്. ചെക്ക് നമ്പർ 12345. 2/4/2021 സുനിലിൻ്റെ കയ്യിൽ നിന്ന് 4000 രൂപയുടെ ചെക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ചെക്ക് അതേ ദിവസം തന്നെ നമ്മൾ എവിടെ ഡെപ്പോസിറ്റ് ചെയ്തു? ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ആ ട്രാൻസാക്ഷൻ നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ എവിടെ രേഖപ്പെടുത്തും? അത്രയും എമൗണ്ട് നമ്മൾ അല്ലെങ്കിൽ ആ ചെക്ക് നമ്മൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതോടുകൂടി ബാങ്കിലെ ബാലൻസ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒരു ഡെപ്പോസിറ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അത് ബാങ്ക് കോളത്തിൽ ഡെബിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത്. ഡേറ്റ് 2/4/2021. സുനിൽ ചെക്ക് നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട് 12345. 4000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബാലൻസ് വീണ്ടും ഇൻക്രീസ് ചെയ്തു അല്ലേ? 6500 രൂപ ബാലൻസ് ഉണ്ടായിരുന്ന ബാങ്കിലേക്ക് വീണ്ടും 4000 രൂപയുടെ ചെക്ക് കൂടി ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ആസ് പെർ അവർ അക്കൗണ്ട്സ് നമ്മുടെ ബാലൻസ് എത്രയായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്? 10500 രൂപയായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഈ ട്രാൻസാക്ഷൻ എപ്പോഴാണ് എങ്ങനെയാണ് പാസ്ബുക്കിൽ വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. 2/4/2021 ഈ ചെക്ക് നമ്മൾ ബാങ്കിലേക്ക് കൊടുത്തിട്ടുള്ളത്. അതേ ഡേറ്റിൽ തന്നെ ആ ട്രാൻസാക്ഷൻ നമ്മൾ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പാസ്ബുക്ക് നോക്കൂ. പാസ്ബുക്കിൽ ആ ട്രാൻസാക്ഷൻ 2/4/2021 നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻ പാസ്ബുക്കിൽ രേഖപ്പെടുത്തിയത് 4/4/2021. എന്തുകൊണ്ടാണ് ഈ ഡേറ്റിൽ ഡിഫറൻസ് വരാനുള്ള കാരണം? ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഡേറ്റിൽ തന്നെ ആ ട്രാൻസാക്ഷൻ നമുക്ക് പാസ്ബുക്കിലും കാണാൻ കഴിയും. ചെക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത ഡേറ്റിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡേറ്റ് ആവാനുള്ള സാധ്യത ഉണ്ട്. എവിടെ? പാസ്ബുക്കിൽ. എന്താണ് കാരണം? നമ്മൾ കൊടുക്കുന്ന ചെക്ക് ആ ഡേറ്റിൽ തന്നെ ക്യാഷായി മാറുന്നില്ല. നമ്മൾ കൊടുത്തിട്ടുള്ള ചെക്ക് അവരത് കളക്ഷൻ അയച്ച് ആ ചെക്കിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് അത് കളക്ഷൻ അയച്ച് ആ കസ്റ്റമറുടെ അക്കൗണ്ടിൽ നിന്ന് അത്രയും എമൗണ്ട് കളക്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ബാങ്ക് നമ്മുടെ അക്കൗണ്ടിൽ അതിനുള്ള ക്രെഡിറ്റ് അനുവദിക്കുന്നത്. നമ്മൾ 2-ാം തീയതി ബാങ്കിലേക്ക് ചെക്ക് കൊടുത്തു. ആ ചെക്ക് അവർ കളക്ഷൻ അയച്ചു. 4-ാം തീയതിയാണ് അവർക്ക് അതിൻ്റെ കളക്ഷൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 4-ാം തീയതി ആ എമൗണ്ട് അവർ അവിടെ ഡെപ്പോസിറ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4000 രൂപ ഡെപ്പോസിറ്റിൽ എഴുതിയിട്ടുണ്ട്. ബാലൻസ് എമൗണ്ട് 10500 രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു ട്രാൻസാക്ഷൻ നോക്കൂ. ക്യാഷ് വിത്ഡ്രോൺ ഫ്രം ബാങ്ക് ₹1000. 10-ാം തീയതി ബാങ്കിൽ നിന്ന് 1000 രൂപ വിഡ്രോ ചെയ്തു. ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുമ്പോൾ ബാങ്ക് ബാലൻസ് കുറയും അല്ലേ? അപ്പോൾ അത് പേയ്മെൻറ്റ് സൈഡിലാണ് വരുന്നത്. ബാങ്ക് കോളത്തിലെ എമൗണ്ട് 1000 രേഖപ്പെടുത്തണം. അങ്ങനെ ബാങ്കിൽ നിന്ന് 1000 രൂപ വിഡ്രോ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ബാലൻസ് റെഡ്യൂസ് ചെയ്യും. 10500 രൂപ ബാലൻസ് ഉണ്ടായിരുന്ന അക്കൗണ്ടിൽ നിന്ന് 1000 രൂപ വിഡ്രോ ചെയ്യുമ്പോൾ ബാലൻസ് 9500 രൂപയായിട്ട് കുറയുന്നുണ്ട്. ഇത് പാസ്ബുക്കിൽ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെയിം ഡേറ്റിൽ തന്നെ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1000 രൂപ വിഡ്രോ ചെയ്തു എന്നവർ കാണിച്ചിട്ടുണ്ട്. 9500 രൂപ ബാലൻസ് വരുന്നുണ്ട്. മറ്റൊരു ട്രാൻസാക്ഷൻ നോക്കൂ. 15/4/2021 ചെക്ക് ഇഷ്യൂഡ് ടു രോഹിത് ₹2500. ചെക്ക് നമ്പർ 5522. ഇപ്പോൾ രോഹിത് എന്ന് പറയുന്ന ഒരു ക്രെഡിറ്റർക്ക് നമ്മൾ ക്യാഷ് കൊടുക്കാനുണ്ട്. ഇപ്പോൾ ക്യാഷ് കൊടുക്കുന്നതിന് പകരം 2500 രൂപയുടെ ചെക്കാണ് നമ്മൾ ഇഷ്യൂ ചെയ്തത്. ചെക്കാണ് നമ്മൾ അയാൾക്ക് കൊടുത്തിട്ടുള്ളത്.
അങ്ങനെ ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് പേയ്മെൻറ്റ് പോകുന്നത്. അത് കാണിക്കേണ്ടത് പേയ്മെൻറ്റ് സൈഡിലാണ് രോഹിത് 2500. അങ്ങനെ 9500 രൂപ ബാലൻസ് ഉള്ള അക്കൗണ്ടിലേക്ക് 2500 രൂപയുടെ ചെക്ക് നമ്മൾ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് വീണ്ടും കുറയും. ബാലൻസ് ആയിട്ട് വരുന്നത് 7000. ഇപ്പോൾ 15-ാം തീയതിയാണ് രോഹിത്തിന് നമ്മൾ 2500 രൂപയുടെ ചെക്ക് കൊടുത്തിട്ടുള്ളത്. ദെൻ ഇനി എന്നാണോ രോഹിത് ഈ ചെക്കും നമ്മുടെ ബാങ്കിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്, ആ ക്യാഷ് കളക്ട് ചെയ്യുന്നത്, ആ ഡേറ്റിൽ മാത്രമാണ് നമ്മുടെ പാസ്ബുക്കിൽ ഈ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്നത്. ഇപ്പോൾ പാസ്ബുക്കിൽ അത് എന്നാണ് വന്നിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കൂ, 20/4/2021. ഇപ്പോൾ 15/4/2021 നമ്മൾ രോഹിത്തിന് കൊടുത്തിട്ടുള്ള ചെക്ക് രോഹിത് ബാങ്കിൽ നിന്ന് അത് ക്യാഷ് ചെയ്തിട്ടുള്ളത് എന്നാണ് 20/4/2021. അതിൻ്റെ ചെക്ക് നമ്പർ എഴുതിയിട്ടുണ്ട്. വിഡ്രോവൽ കോളത്തിൽ 2500 വരുന്നുണ്ട്, ബാലൻസ് 7000. ദെൻ ബാങ്ക് ചാർജസ് ₹250. 30/4/2021 ബാങ്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് 250 രൂപ ഒരു സർവീസ് ചാർജ് അവർ കുറച്ച് എഴുതിയിട്ടുണ്ട്. നമ്മൾ ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് കുറയാണ് ചെയ്യുന്നത്. ഇത് പേയ്മെൻറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത്. വീണ്ടും നമ്മുടെ ബാലൻസ് റെഡ്യൂസ് ചെയ്യും. 7000 രൂപ ബാലൻസ് ഉണ്ടായിരുന്നു, 250 രൂപ സർവീസ് ചാർജ് അവർ ഈടാക്കിയിട്ടുണ്ട്. അതോടുകൂടി നമ്മുടെ ബാലൻസ് എത്രയായിട്ട് കുറഞ്ഞു? 6750 രൂപയായിട്ട് കുറഞ്ഞു. ഇതെവിടെയും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, പാസ്ബുക്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 30/4 ATM സർവീസ് ചാർജാണ്. 250 രൂപ വിഡ്രോവൽ കോളത്തിൽ അല്ലെങ്കിൽ ഡെബിറ്റ് കോളത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാലൻസ് 6750. ദെൻ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക് ₹150. 30/4 നമ്മളുടെ ഡെപ്പോസിറ്റിനുള്ള ഇൻട്രസ്റ്റ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊരു ഇങ്കാണ് അല്ലെ, ഒരു റെസിപ്റ്റ് ആണ്. അത് റെസിപ്റ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്ന സമയത്ത് അത് ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് ഇൻക്രീസ് ചെയ്യും. നമ്മുടെ ബാലൻസ് 6900 ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. 6750 ആയിരുന്നു ബാലൻസ് ഉണ്ടായിരുന്നത്, അത് 6900 ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇതേ ട്രാൻസാക്ഷൻ പാസ്ബുക്കിൽ നമുക്ക് കാണാൻ കഴിയും. പാസ്ബുക്കിൽ ഇൻട്രസ്റ്റ് എഴുതിയിട്ടുണ്ട്. 150 രൂപ ഡെപ്പോസിറ്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ അത് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ബാലൻസ് എത്രയായിട്ട് കൂടിയിട്ടുണ്ട്? 6900 ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഈ പാസ്ബുക്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡെബിറ്റ് കോളത്തിൽ വരുന്നതൊക്കെ നമ്മുടെ വിഡ്രോവൽസ് ആണ്. അതല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് കുറയുന്ന സാഹചര്യങ്ങളാണ് ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തുന്നത്. ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തുന്നതൊക്കെ ബാലൻസ് വർദ്ധിക്കുന്ന സാഹചര്യങ്ങളാണ്. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത്, ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് നമ്മുടെ ക്രെഡിറ്റ് കോളത്തിൽ, പാസ്ബുക്കിലെ ക്രെഡിറ്റ് കോളത്തിൽ എമൗണ്ട് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് 6900. ഇപ്പോൾ ഏപ്രിൽ മാസത്തെ എല്ലാ ട്രാൻസാക്ഷൻസും 2 ബുക്കുകളിലും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 ബുക്കുകളിലെയും ബാലൻസ് ഈക്വൽ ആണ് 6900. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഈ ട്രാൻസാക്ഷനിൽ 2 ട്രാൻസാക്ഷനാണ് നമ്മൾ ഡേറ്റ് മാറിയതായിട്ട് കണ്ടത്. ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത സെയിം ഡേറ്റിലല്ല അത് പാസ്ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ചെക്ക് പേയ്മെൻറ്റ് നടത്തിയപ്പോൾ, ഒരു സപ്ലയർക്ക് അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റർക്ക് ചെക്ക് പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് അത് നമ്മൾ രേഖപ്പെടുത്തിയ ഡേറ്റിലല്ല നമ്മൾ എവിടെ കണ്ടത്? പാസ്ബുക്കിൽ കണ്ടത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ രോഹിത് എന്ന് പറയുന്ന ആ സപ്ലയർക്ക് അല്ലെങ്കിൽ ആ ക്രെഡിറ്റർക്ക് 15/4/2021 2500 രൂപയുടെ ചെക്ക് നമ്മൾ ഇഷ്യൂ ചെയ്തത്, ചെക്ക് നമ്മൾ കൊടുത്തത്. ആ ഡേറ്റിൽ തന്നെ അത് എവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്? ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ പേയ്മെൻറ്റ് കോളത്തിൽ ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഈ ചെക്ക് എന്നാണോ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യുന്നത്, രോഹിത് എന്നാണോ ഈ ചെക്ക് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യുന്നത്, ആ ഡേറ്റിൽ മാത്രമാണ് ആ എമൗണ്ട് നമ്മുടെ പാസ്ബുക്കിൽ അവർ രേഖപ്പെടുത്തുന്നത്. ഇപ്പോൾ ഏപ്രിൽ മാസത്തിൽ തന്നെ രോഹിത് അത് അവിടെ പ്രസൻറ്റ് ചെയ്തതുകൊണ്ട് ഏപ്രിൽ മാസത്തെ ക്ലോസിംഗ് ബാലൻസ് നോക്കുമ്പോൾ ക്യാഷ് ബുക്ക് പ്രകാരം നമ്മുടെ ബാലൻസ് വരുന്നത് 6900 ആണ്. പാസ്ബുക്കിലും ബാലൻസ് 6900 ആണ്. ഇനി ബൈ ചാൻസ് രോഹിത് ഏപ്രിൽ മാസത്തിൽ ഈ ചെക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് ക്യാഷ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ക്യാഷ് ബുക്കിൽ നമ്മൾ രേഖപ്പെടുത്തി നമ്മുടെ ബാലൻസ് 6900 വന്നിട്ടുണ്ട്. അതേസമയം പാസ്ബുക്കിൽ അത് രേഖപ്പെടുത്തേണ്ട സാഹചര്യം വരുന്നില്ല. ഏപ്രിൽ മാസത്തിൽ രോഹിത് ആ ചെക്ക് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ
ഏപ്രിൽ മാസത്തെ പാസ്ബുക്ക് റെക്കോർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഏപ്രിൽ മാസത്തെ പാസ്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് ട്രാൻസാക്ഷൻ കാണാൻ കഴിയില്ല? രോഹിത്തിന് കൊടുത്തിട്ടുള്ള പേയ്മെൻറ്റ് പാസ്ബുക്കിൽ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ 2500 രൂപയുടെ എമൗണ്ട് ബാങ്കിൽ നിന്ന് രോഹിത്ത് കളക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ബാലൻസ് എത്രയായിട്ട് വർദ്ധിച്ചിട്ടുണ്ടാവും? 9400 രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ടാവും. 6900 ആയിരുന്നു ബാലൻസ് ഉണ്ടായിരുന്നത്. അതിൽ 2500 രൂപയുടെ കളക്ഷൻ ആര് നടത്തിയിട്ടില്ല? രോഹിത്ത് നടത്തിയിട്ടില്ലെങ്കിൽ ഏപ്രിൽ മാസത്തെ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് 9400 രൂപ നമുക്ക് കാണാൻ കഴിയും. രോഹിത്ത് ബാങ്കിൽ നിന്ന് അത്രയും എമൗണ്ട് കളക്ട് ചെയ്യാത്തൊരു സാഹചര്യത്തിൽ ഏപ്രിൽ മാസത്തിൽ നമ്മൾ ഈ രണ്ട് ബുക്കുകളും കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഏതൊക്കെ ബുക്കുകളാണ്? ഡബിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ ബാങ്ക് കോളപ്രകാരമുള്ള ബാങ്ക് ബാലൻസും പാസ്ബുക്കിലെ ബാലൻസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു ഡിഫറൻസ് കാണാൻ കഴിയും. ക്യാഷ് ബുക്കിലെ ബാലൻസ് 6900 വരുന്നുണ്ട്. അതേസമയം പാസ്ബുക്കിലെ ബാലൻസ് എത്രയാണ്? 9400 ആണ്. ബാങ്ക് ബാലൻസ് കൂടുതലാണ്. എന്താണ് കാരണം? അവിടെ നിന്ന് ആ പേയ്മെൻറ്റ് ഇതുവരെ കൊടുത്തിട്ടില്ല. രോഹിത് ആ ചെക്ക് അവിടെ കളക്ഷന് വേണ്ടിയിട്ട് ചെന്നിട്ടില്ല. അപ്പോൾ ഇവിടെ ഡിഫറൻസ് വരാനുള്ള കാരണം എന്തായിരുന്നു? ചെക്ക് ഇഷ്യൂഡ് ടു രോഹിത് ബട്ട് നോട്ട് യെറ്റ് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. ക്യാഷ് ബുക്കിൽ നമ്മൾ ആ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്, പേയ്മെൻ്റ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ബാങ്കിൽ നിന്ന് ആ പേയ്മെൻറ്റ് പോയിട്ടില്ല. അതുകൊണ്ട് ബാങ്കിലെ ബാലൻസ് കൂടുതലാണ് ആസ് പെർ പാസ്ബുക്ക്. ക്യാഷ് ബുക്ക് പ്രകാരം നമ്മുടെ ബാലൻസ് കുറവാണ്. ദർ ഇസ് എ ഡിഫറൻസ്. അപ്പോൾ ഇത്തരത്തിൽ ഡിഫറൻസ് വരാനുള്ള കുറേയധികം സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം ഡിഫറൻസുകൾ വരുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ക്യാഷ് ബുക്കിലെ ബാലൻസും പാസ്ബുക്കിലെ ബാലൻസും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആ ഡിഫറൻസ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി ആ കാരണങ്ങൾ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഫോർമാറ്റിൽ രേഖപ്പെടുത്തി തയ്യാറാക്കുന്ന ആ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ ഡിഫറൻസ് വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് എക്സാമ്പിളാണ് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് യെറ്റ് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. മറ്റൊരു സാഹചര്യമാണ് ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ബട്ട് നോട്ട് യെറ്റ് കളക്റ്റഡ്. ബാങ്കിലേക്ക് നമ്മൾ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മളത് എവിടെ രേഖപ്പെടുത്തും? ക്യാഷ് ബുക്കിൽ അത് ഡെപ്പോസിറ്റ് ആയിട്ട് കാണിക്കും. അതേസമയം ബാങ്കിൽ അത് എന്നാണ് ഡെപ്പോസിറ്റ് ആയിട്ട് കാണിക്കുന്നത്? നമ്മൾ കൊടുത്ത ചെക്ക് കളക്ഷൻ അയച്ച് അതിൽ പറയുന്ന അത്രയും എമൗണ്ട് അവർക്ക് കളക്ട് ചെയ്ത് കിട്ടുന്ന ഡേറ്റിലാണ് അത് അവർ ബാങ്കിൽ രേഖപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ പാസ്ബുക്കിൽ രേഖപ്പെടുത്തുന്നത്. ഇപ്പോൾ ഈ രണ്ട് ഡേറ്റും തമ്മിൽ ഡിഫറൻസ് വരാനുള്ള സാഹചര്യമുണ്ട്. നമ്മൾ കൊടുത്ത മാസത്തിലാവില്ല ചിലപ്പോൾ അവരത് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ഏത് മാസമാണോ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തത് ആ മാസത്തെ ബാങ്ക് ബാലൻസും പാസ്ബുക്കിലെ ബാലൻസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറൻസ് വരും. ക്യാഷ് ബുക്ക് പ്രകാരം ബാലൻസ് കൂടുതലായിരിക്കും, കാരണം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ചെക്കിലെ എമൗണ്ട് കൂടി നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഡെപ്പോസിറ്റ് എവിടെ കാണാൻ കഴിയില്ല? പാസ്ബുക്കിൽ കാണാൻ കഴിയില്ല ആ മാസത്തിൽ. എന്താ കാരണം? അവർക്ക് അതിൻ്റെ കളക്ഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ രണ്ട് ബാലൻസുകളും തമ്മിലുള്ള ഡിഫറൻസ് കാണാൻ കഴിയും. ദെൻ മറ്റൊരു സാഹചര്യമാണ് ബാങ്ക് ചാർജസ് ഇൻട്രസ്റ്റ് ഓൺ ഓവർഡ്രാഫ്റ്റ് എക്സെട്ര ഡെബിറ്റഡ് ബൈ ദ ബാങ്ക്. ബാങ്ക് പല സമയങ്ങളിലും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പല കാരണങ്ങൾ കൊണ്ട് എമൗണ്ടുകൾ കുറക്കാറുണ്ട്, ചാർജ് ചെയ്യാറുണ്ട്. ATM സർവീസ് ചാർജ് ആവാം, ചെക്ക് ബുക്കിനുള്ള ചാർജുകളാവാം, അല്ലെങ്കിൽ കളക്ഷൻ ചാർജ് ആവാം. ഇത്തരത്തിൽ നമ്മൾ അതല്ലെങ്കിൽ ബാങ്ക് ഓവർഡ്രാഫ്റ്റിൻ്റെ ഇൻട്രസ്റ്റ് ആവാം. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ഈ എമൗണ്ടുകളൊക്കെ അവർ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ പാസ്ബുക്കിലാണ് അവർ രേഖപ്പെടുത്തുന്നത്. ആ കാര്യം നമ്മൾ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, ക്യാഷ് ബുക്കിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ദർ ഇസ് എ ഡിഫറൻസ് വരാനുള്ള സാധ്യതയുണ്ട്. എമൗണ്ട് ഡയറക്ട്ലി ഡെപ്പോസിറ്റഡ് ഇൻ ദ ബാങ്ക് അക്കൗണ്ട് ബൈ കസ്റ്റമേഴ്സ്. ഇനി രണ്ട് ബാലൻസുകളും തമ്മിൽ ഡിഫറൻസ് വരാനുള്ള മറ്റൊരു സാഹചര്യമാണ് നമുക്ക് ക്യാഷ് തരാനുള്ള ഒരു കസ്റ്റമർ ബൈ ക്യാഷ് ആയിട്ട് നമുക്ക് പൈസ തരുന്നതിന് പകരം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള ബാങ്കിൽ അവരത് കൊണ്ടുപോയി നേരിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, നമ്മളത് അറിയുന്നില്ല. അപ്പോൾ ബാങ്കിൽ അത്രയും ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ ബാങ്ക് അത് നമ്മുടെ അക്കൗണ്ടിൽ അവർ രേഖപ്പെടുത്തും, പാസ്ബുക്കിൽ രേഖപ്പെടുത്തും, ആ ബാലൻസ് കൂടുതലായിട്ട് വരും. അങ്ങനെ ഒരു ഡെപ്പോസിറ്റ് നടന്നതായിട്ട് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ അത് എവിടെ രേഖപ്പെടുത്തിയിട്ടില്ല? ക്യാഷ് ബുക്കിൽ അതൊരു ഡെപ്പോസിറ്റ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും കസ്റ്റമേഴ്സ് നമുക്ക് ക്യാഷ് തരാതെ നമുക്ക് തരാനുള്ള ക്യാഷ് നേരിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിലും അത് ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഈ രണ്ട് ബുക്കിലെ ബാലൻസുകളും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് കാണാൻ കഴിയും. ദെൻ റെന്റ്, ഡിവിഡൻസ് എക്സെട്ര കളക്റ്റഡ് ബൈ ദ ബാങ്ക്.
കൊമേഴ്സ്യൽ ബാങ്കുകൾ പലതരത്തിലുള്ള സേവനങ്ങളും അതിൻ്റെ കസ്റ്റമേഴ്സിന് ഡെപ്പോസിറ്റേഴ്സിന് കൊടുക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സേവനമാണ് റെന്റ് കളക്ഷൻ, ഡിവിഡൻഡ് കളക്ഷൻ എക്സെട്ര. ഒരു ഡെപ്പോസിറ്റർക്ക് വേണ്ടിയിട്ട് അയാൾക്ക് കിട്ടാനുള്ള റെന്റ്, അയാൾക്ക് കിട്ടാനുള്ള ലാഭവിഹിതം, ഇതൊക്കെ ബാങ്ക് എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു, ഡെപ്പോസിറ്റ് ആയിട്ട് രേഖപ്പെടുത്തുന്നു. അത്തരം ട്രാൻസാക്ഷൻസ് ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ആ മാസത്തെ കണക്കുകൾ തമ്മിൽ, ആ മാസത്തെ ബാലൻസുകൾ തമ്മിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിഫറൻസ് അവിടെയും കാണാൻ കഴിയും. രണ്ട് ബാലൻസുകളും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് കാണാൻ കഴിയും. ഡയറക്റ്റ് പേയ്മെന്റ് മെയ്ഡ് ബൈ ദ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് ദ കസ്റ്റമർ. നമുക്ക് വേണ്ടി പലതരത്തിലുള്ള കളക്ഷൻ നടത്തുക എന്നുള്ളത് മാത്രമല്ല, നമുക്ക് വേണ്ടി ചില പേയ്മെന്റുകളും ആര് നടത്താറുണ്ട്? ബാങ്കുകൾ നടത്താറുണ്ട്. ഇപ്പോൾ ടെലിഫോണിൻ്റെ ബില്ല് പേയ്മെന്റ് നടത്തുക, ഇൻഷുറൻസ് പ്രീമിയം പേയ്മെന്റ് നടത്തുക, റെന്റ് പേയ്മെന്റ് നടത്തുക. ഇത്തരത്തിലുള്ള പേയ്മെന്റ് ആ കസ്റ്റമറുടെ ആവശ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ കസ്റ്റമർ കൊടുക്കാനുള്ള പേയ്മെന്റുകൾ ആര് കൊടുക്കും? ബാങ്ക് ഡയറക്റ്റ് ആയിട്ട് അത് കൊടുക്കാനുള്ള ആളുകൾക്ക് പേയ്മെന്റ് നടത്തും. അത്രയും എമൗണ്ട് അവർ പാസ്ബുക്കിലും അവരുടെ റെക്കോർഡ്സിലും രേഖപ്പെടുത്തും. അപ്പോൾ അത്തരം ട്രാൻസാക്ഷൻസ് നമ്മൾ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്താൻ വിട്ടുപോയി കഴിഞ്ഞാൽ ഈ രണ്ട് ബാലൻസുകളും നമുക്ക് ഡിഫറൻസ് കാണാൻ കഴിയും. ദെൻ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ദ ബാങ്ക്. ഓരോ പീരീഡ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത്, 3 മാസം 6 മാസം കഴിയുന്ന സമയത്ത് ആ ഡെപ്പോസിറ്റിന് ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ആര് ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്? ബാങ്ക് അത് അവരുടെ ലെഡ്ജറിലും പാസ്ബുക്കിലും രേഖപ്പെടുത്തും. ആ ട്രാൻസാക്ഷൻ നമ്മൾ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അവിടെയും എന്തിൻ്റെ ഡിഫറൻസ് വരും? ഈ രണ്ട് ബാലൻസുകളും തമ്മിൽ ഡിഫറൻസ് വരും. 7 സാഹചര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. എന്താണ് ഈ സാഹചര്യങ്ങളുടെ പ്രത്യേകത? നമ്മൾ രേഖപ്പെടുത്തുന്ന സമയവും അതേ ട്രാൻസാക്ഷൻ ബാങ്ക് രേഖപ്പെടുത്തുന്ന സമയത്തിൽ വരുന്ന ഒരു ഡിഫറൻസ് ആണ്. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്ത ഡേറ്റിൽ തന്നെ നമ്മൾ രേഖപ്പെടുത്തുന്നു. ദെൻ അതെന്നാണോ കളക്ട് ചെയ്ത് കിട്ടുന്നത് ആ ഡേറ്റിലാണ് ബാങ്ക് രേഖപ്പെടുത്തുന്നത്. ചെക്ക് ഇഷ്യൂഡ് ആണെങ്കിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റിൽ തന്നെ രേഖപ്പെടുത്തും. ആ ഇഷ്യൂ ചെയ്ത ചെക്ക് എന്നാണോ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ആ സപ്ലയർ അല്ലെങ്കിൽ ആ ക്രെഡിറ്റർ കളക്ട് ചെയ്യുന്നത് ആ ഡേറ്റിലാണ് ബാങ്ക് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ രേഖപ്പെടുത്തുന്ന ഡേറ്റും ബാങ്ക് രേഖപ്പെടുത്തുന്ന ആ ട്രാൻസാക്ഷൻ ഡേറ്റും തമ്മിൽ ഡിഫറൻസ് വരുന്നു. അതുകൊണ്ട് ഈ ബാലൻസുകൾ പല സമയങ്ങളിൽ നമുക്ക് ഡിഫറൻ്റ് ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ബാങ്ക് ചാർജസ് ആണെങ്കിലും ഡയറക്റ്റ് പേയ്മെൻ്റ് ആണെങ്കിലും ഇൻട്രസ്റ്റ് ആണെങ്കിലും അതൊക്കെ ആദ്യം രേഖപ്പെടുത്തുന്നത് പാസ്ബുക്കിലാണ്. പാസ്ബുക്കിൽ രേഖപ്പെടുത്തിയതിന് ശേഷം അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുന്ന സമയത്ത് അതല്ലെങ്കിൽ പാസ്ബുക്ക് കിട്ടുന്ന സമയത്താണ് നമ്മൾ ആ ട്രാൻസാക്ഷൻ എവിടെ രേഖപ്പെടുത്തുന്നത്? ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ആ ഡേറ്റുകൾ തമ്മിൽ ഡിഫറൻസ് വരാനുള്ള സാധ്യത ഉണ്ട്. ഒരേ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്ന സമയത്തിലുള്ള അല്ലെങ്കിൽ ഡേറ്റിലുള്ള മാറ്റങ്ങൾ കൊണ്ടാണ് ഈ ഡിഫറൻസ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാരണങ്ങളെ പറയുന്ന പേരാണ് ടൈമിംഗ് ഡിഫറൻസസ്. ക്യാഷ് ബുക്കും പാസ്ബുക്കിലെയും ബാലൻസുകൾ തമ്മിൽ വരാവുന്ന ഡിഫറൻസ് വരാനുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ ഈ സാഹചര്യങ്ങളെ നമുക്ക് എന്ത് പറയാം? എക്സാമ്പിൾസ് ഓഫ് ടൈമിംഗ് ഡിഫറൻസുകൾ. ഇത്തരം കാരണങ്ങളല്ലാതെയും മറ്റു ചില കാരണങ്ങൾ കൊണ്ടും ഈ രണ്ട് ബാലൻസുകൾ തമ്മിൽ ഡിഫറൻസ് വരാറുണ്ട്. ഡിഫറൻസസ് കോസ്ഡ് ബൈ എറേഴ്സ്. അത് ഒന്നാമത് വരുന്നത് എറേഴ്സ് കമ്മിറ്റഡ് ഇൻ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ബൈ ദ ഫേം. ബിസിനസ് സ്ഥാപനത്തിൽ ഈ കണക്കുകളൊക്കെ രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്ന അക്കൗണ്ടന്റിന് ചില പിഴവുകൾ സംഭവിക്കാം. 10,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു, രേഖപ്പെടുത്തിയത് 1000 എന്നാണ്. അതല്ലെങ്കിൽ 5000 രൂപയുടെ പേയ്മെന്റ് നടത്തി, അതിന് 50,000 രൂപ പേയ്മെന്റ് നടത്തിയതായിട്ട് ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തി. ഇത്തരത്തിലുള്ള തെറ്റുകൾ വന്നു കഴിഞ്ഞാലും ഈ രണ്ട് ബുക്കുകളും തമ്മിൽ അല്ലെങ്കിൽ ആ രണ്ട് ബാലൻസുകളും തമ്മിൽ നമുക്ക് ഡിഫറൻസ് കാണാൻ കഴിയും. ദെൻ എറേഴ്സ് കമ്മിറ്റഡ് ഇൻ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ബൈ ദ ബാങ്ക്. ഇപ്പോൾ ബാങ്കിലെ സ്റ്റാഫ് അല്ലെങ്കിൽ ബാങ്കിലെ ആ അക്കൗണ്ടന്റിനും ചില തെറ്റുകൾ സംഭവിക്കാം. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു എമൗണ്ട് അവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ബാലൻസുകൾ തമ്മിൽ ഡിഫറൻസ് വരും. അപ്പോൾ ഈ രണ്ട് പിഴവുകൾ കാരണവും ഈ രണ്ട് ബാലൻസുകളും നമുക്ക് ഡിഫറൻസ് കാണാൻ കഴിയും. ഏതൊക്കെ ബാലൻസുകൾ തമ്മിലാണ് ഡിഫറൻസ് കാണുന്നത്? ക്യാഷ് ബുക്കിലെ ബാങ്ക് കോളം പ്രകാരമുള്ള ബാങ്ക് ബാലൻസും പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസും തമ്മിൽ ഡിഫറൻസ് നമുക്ക് കാണാൻ കഴിയും. പ്രധാനമായിട്ടും ഈ കാരണങ്ങളെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, ടൈമിംഗ് ഡിഫറൻസസ് ഓൺ റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻസ്. 2, എറേഴ്സ് മെയ്ഡ് ബൈ ദ ബിസിനസ് ഓർ ബൈ ദ ബാങ്ക്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ ഡിഫറൻസുകൾ കണ്ടെത്തി അല്ലെങ്കിൽ ആ ഡിഫറൻസിനുള്ള കാരണങ്ങൾ കണ്ടെത്തിയിട്ട് ആ കാരണങ്ങൾ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റിനെ പറയുന്ന പേരാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്.
ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് ഈസ് നോട്ട് ആൻ അക്കൗണ്ട്. ഒരു ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഒന്നും ഫോളോ ചെയ്യേണ്ടതില്ല. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ദ കോസസ് ഓഫ് ഡിഫറൻസസ് ബിറ്റ്വീൻ ക്യാഷ് ബുക്ക് ബാലൻസ് ആൻഡ് പാസ്ബുക്ക് ബാലൻസ്. അപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസും പാസ്ബുക്ക് ബാലൻസും തമ്മിൽ ഡിഫറൻസ് നമുക്ക് കാണുകയാണെങ്കിൽ ആ ഡിഫറൻസിനുള്ള കാരണങ്ങൾ കണ്ടെത്തി അതൊരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിന് പറയുന്ന പേരാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. ദെൻ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില പോയിന്റുകളാണ്. ഒന്ന്, ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ബൈ ദ ബിസിനസ് എൻറ്റിറ്റി. ഇപ്പോൾ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത് ബിസിനസ് സ്ഥാപനങ്ങളാണ്. അവരുടെ ക്യാഷ് ബുക്കിൽ പ്രകാരമുള്ള ബാങ്ക് ബാലൻസും ബാങ്കിൽ നിന്ന് കിട്ടിയിട്ടുള്ള പാസ്ബുക്കിലുള്ള ബാലൻസും തമ്മിൽ ഡിഫറൻസ് കാണുകയാണെങ്കിൽ അവർ തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ബിസിനസ് തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. അതിൽ ചെയ്യുന്നത് മാച്ചിങ് ദ ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആൻഡ് ദ പാസ്ബുക്ക്. ഇവിടെ രണ്ട് ബാലൻസുകൾ തമ്മിൽ കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസും പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. ദെൻ ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ബാലൻസസ്. ഈ ബാലൻസുകൾ തമ്മിലുള്ള ഡിഫറൻസുകൾ എന്താണ്, ദെൻ അതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. ആ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും അല്ലെങ്കിൽ ആ രണ്ട് ബുക്കുകളും പരസ്പരം കമ്പയർ ചെയ്ത് നമ്മളതിൻ്റെ തെറ്റിനുള്ള കാരണങ്ങൾ നമ്മൾ കണ്ടെത്തുന്നു. ഏതൊക്കെ ട്രാൻസാക്ഷൻസ് ആണ്, ഏതൊക്കെ ബുക്കിലാണ് രേഖപ്പെടുത്താൻ വിട്ടുപോയിട്ടുള്ളത്, ഏതൊക്കെ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തിയപ്പോഴാണ് തെറ്റ് സംഭവിച്ചിട്ടുള്ളത്, ആ കാരണങ്ങളെല്ലാം നമ്മൾ കണ്ടെത്തുന്നു. ദെൻ പിന്നീട് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് അക്കൗണ്ടിങ് പ്രോസസ്. ഇത് അക്കൗണ്ടിങ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വരുന്നതല്ല. നമ്മൾ റെക്കോർഡിങ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് എന്നൊക്കെ പറയുന്ന ആ പ്രോസസ്സിൽ വരുന്ന ഒരു പ്രോസസ് അല്ല. ഇറ്റ് ഈസ് എ പ്രിപ്പറേഷൻ ഓഫ് എ സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് അറ്റ് എ പർട്ടിക്കുലർ ഡേറ്റ്. സാധാരണയായിട്ട് ഒരു പർട്ടിക്കുലർ മാസത്തേക്കുള്ള അല്ലെങ്കിൽ ഒരു വർഷത്തേക്കുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് തയ്യാറാക്കാറുള്ളത്. ദെൻ ഇറ്റ്സ് പ്രിപ്പറേഷൻ ഈസ് നോട്ട് മാൻഡേറ്ററി. ഇതിന്റെ പ്രിപ്പറേഷൻ ആസ് പെർ ലോ ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി. ഇത് നിർബന്ധമായിട്ടും മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല. ഇങ്ങനെ ഡിഫറൻസ് കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഡിഫറൻസിനുള്ള കാരണങ്ങൾ കണ്ടെത്തി അതൊരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ അതിനെ നമുക്ക് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. അതിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്? നമ്മൾ ആദ്യം ക്യാഷ് ബുക്കും പാസ്ബുക്കിലും രേഖപ്പെടുത്തുന്ന ട്രാൻസാക്ഷൻസ് നമ്മൾ പരിചയപ്പെട്ടു. ദെൻ ഈ രണ്ട് ബുക്കിലും വരുന്ന ബാലൻസുകൾ തമ്മിലുള്ള ഡിഫറൻസിനുള്ള കാരണങ്ങൾ, പല സാഹചര്യങ്ങളിലും ഡിഫറൻസ് വരാറുണ്ട്. ആ സാഹചര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ആ സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇന്ന് ചർച്ച ചെയ്ത ഏതെങ്കിലും ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഒരു ഇലിസ്ട്രേഷൻ നമുക്ക് എങ്ങനെയാണ് ഒരു റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ.